ഓം ശാന്തി. 26/5/69 അവ്യക്ത മഹാവാക്യങ്ങളുടെ സാരം. സമ്പൂർണ്ണ സ്നേഹി കി പരഖ്, സമ്പൂർണ്ണ സ്നേഹിയുടെ തിരിച്ചറിവ്. സബി കിസ് സ്ഥിതി മേ ബൈഠേ ഹോ, എല്ലാവരും ഏത് സ്ഥിതിയിലാണ് ഇരിക്കുന്നത്? ലഗൻ മേ ബൈഠേ യാ മഗൻ അവസ്ഥ മേ? സബി കിസ് സ്ഥിതി മേ ബൈഠേ ഹോ, എല്ലാവരും ഏത് സ്ഥിതിയിലാണ് ഇരിക്കുന്നത്? ലയിച്ചിരിക്കുകയാണോ അതോ മഗ്നാവസ്ഥയിലാണോ? കിസ് അവസ്ഥ മേ ഹോ, ഏതവസ്ഥയിലാണ്? ज़्यादा समय लगन लगाने में जाता है या മകൻ രൂപമേ ഹോ? കൂടുതൽ സമയവും ലയിച്ചിരിക്കുന്നതിന് വേണ്ടിയുള്ള പുരുഷാർത്ഥത്തിലാണോ അതോ മഗ്നരൂപത്തിൽ തന്നെയാണോ? അപ്പനെ ചെക്കിംഗ് തോ കർത്തേ ഹോങ്കെ, സ്വയം തന്നെ ചെക്ക് ചെയ്യുന്നുണ്ടാകുമല്ലോ. ബാബ, നമ്മളൊരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നതിന് കൂടുതൽ സമയം ചെലവഴിക്കുകയാണോ അതോ പെട്ടെന്ന് തന്നെ ആ ഒരു മഗ്നാവസ്ഥയിലേക്ക് വരാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ യോഗത്തിലിരിക്കുമ്പോൾ കൂടുതൽ സമയവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ മനസ്സിലെ സങ്കല്പങ്ങളെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മഗ്നാവസ്ഥയിലേക്ക് വരാറുള്ളത്. അതുകൊണ്ടാണ് ബാബ ഇടയ്ക്ക് ചോദിക്കുന്നത്, എടുത്ത് ചോദിക്കുകയാണ് ബാബ, അതായത് നിങ്ങൾ കൂടുതൽ സമയവും തൻ്റെ അവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പുരുഷാർത്ഥത്തിലാണോ പോകുന്നത് അതോ നിങ്ങൾ ആ മഗ്നമായ അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അച്ഛാ, സബീ കി യഹി ഇച്ഛ ഹേ കി ഹമാരെ പേപ്പർ കി റിസൾട്ട് കാ മാലും പടേ. അപ്പം എല്ലാവരുടെയും ഇച്ഛ ഇതാണ്, നമ്മുടെ പേപ്പറിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. വിശേഷ് സബീ കെ ദിലോ മേ യഹി സങ്കല്പ് ചൽത്താ രഹതാ ഹൈ. വിശേഷിച്ചും എല്ലാവരുടെയും മനസ്സിൽ ഈ സങ്കല്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. തോ ആജ് റിസൾട്ട് ബി സുനാ ദേത്തേ ഹൈ. അപ്പം ഇന്ന് ബാബ കുട്ടികളുടെ റിസൾട്ടും കേൾപ്പിക്കുകയാണ്. सभी ने जो भी लिखा है यथा योग यथाशक्ति, टोटल रिजल्ट यही कहेंगे कि बाप में निश्चय बुद्धि तो है, लेकिन जितना ही बाप में निश्चय है उतना ही बाप के महावाक्यों में फरमान में निश्चय बुद्धि होकर चलना, वह भी पुरुषार्थ में 50% देखने में आता है. അപ്പോൾ ബാബ കുട്ടികളുടെ നിശ്ചയബുദ്ധിയെക്കുറിച്ച് എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ബാബ ഇപ്പോൾ കേൾപ്പിക്കുന്നത്. എല്ലാവരും യഥായോഗം യഥായോഗ്യ യഥാശക്തി എഴുതിയിട്ടുണ്ട്. എന്നാൽ ടോട്ടൽ റിസൾട്ട് നോക്കുമ്പോൾ ബാബയിൽ 100% നിശ്ചയബുദ്ധിയുണ്ട്. എന്നാൽ ബാബയിലുള്ള അത്രയും നിശ്ചയം ബാബയുടെ മഹാവാക്യങ്ങളിലും ബാബയുടെ ആജ്ഞകളിലും നിശ്ചയബുദ്ധിയോടെ ജീവിക്കുക, ആ ഒരു റിസൾട്ട് നോക്കുമ്പോൾ 50% മാത്രമേ അതിനുള്ള പുരുഷാർത്ഥം കാണുന്നുള്ളൂ എന്ന്. बाप में निश्चय तो 100% है, लेकिन बाप के फरमान और आज्ञाओं में निश्चय बुद्धि होकर के जो फरमान मिला और किया, ऐसे फरमान में निश्चय बुद्धि मेजोरिटी 50% की റിസൾട്ട് മേ ഹെ. ബാബയിൽ നിശ്ചയം 100% ഉണ്ട്. എന്നാൽ ബാബയുടെ ആജ്ഞകളിൽ നിശ്ചയബുദ്ധിയായിട്ട് ഏതാജ്ഞയാണോ കിട്ടുന്നത് അതപ്പോൾ തന്നെ ചെയ്യുക, ഈ ആജ്ഞയിൽ നിശ്ചയബുദ്ധി മെജോറിറ്റി 50%-ലെ റിസൾട്ട് കാണുന്നുള്ളൂ. അപ്പം ബാബ കുട്ടികളുടെ റിസൾട്ട് ബോധ്യപ്പെടുത്തുകയാണ്. അതായത് ബാബയിൽ 100% നിശ്ചയമുണ്ട്. ഇത് പരമാത്മാവ് തന്നെയാണ്, അതായത് നമ്മുടെ അച്ഛനാണ്. ആ ഒരു സ്നേഹം, ആ ഒരു നിശ്ചയം 100% ഉണ്ട്. എന്നാൽ ബാബ നമുക്ക് തരുന്ന ആജ്ഞകൾ എന്താണോ ബാബ നമ്മളോട് പറയുന്നത് നമ്മുടെ ആത്മ ഉന്നതിക്ക് വേണ്ടി, ആ കാര്യങ്ങൾ
കേട്ടാൽ ഉടൻ തന്നെ അത് ചെയ്ത് അത് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ റിസൾട്ട് ഏതാണ്ട് 50% മാത്രമേ ഉള്ളൂ എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ऐसे ही टीचर में निश्चय है, लेकिन उनकी पूरी पढ़ाई जो है उसमें पूर्ण रीति से चलना वह भी अपनी अपनी परसेंटेज की रिസൾട്ട് है. അപ്പം അതേപോലെ ടീച്ചറിൽ നിശ്ചയമുണ്ട്. എന്നാൽ ടീച്ചർ പഠിപ്പിക്കുന്ന പഠിത്തം പൂർണ്ണമായിട്ടും ആ പഠിത്തം അനുസരിച്ച് ജീവിക്കുക, അതിലും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പെർസെൻറ്റേജിൻ്റെ റിസൾട്ടാണ്. ഇത് എല്ലാവരും ഒരേപോലെ ആ പഠിത്തത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല, അത് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലും ശ്രദ്ധ കാണിക്കുന്നില്ല, അതിലും പെർസെൻറ്റേജ് ഉണ്ട് എന്ന് ബാബു പറയാണ്. ऐसे ही गुरु रूप में भी सद्गुरु है, यह पूरा निश्चय है, लेकिन उनकी श्रीमत पर चलना उसके टोटल रिजल्ट 50% तक है. അതേപോലെ ഗുരു രൂപത്തിലും സദ്ഗുരുവാണ് എന്നുള്ളതിൽ പൂർണ്ണ നിശ്ചയമുണ്ട്. എന്നാൽ സദ്ഗുരുവിൻ്റെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുക, ആ റിസൾട്ട് നോക്കുമ്പോൾ അതും 50% വരെ ഉള്ളൂ എന്ന് ബാബു പറയുകയാണ്. सिर्फ बाप टीचर सदगुरु में निश्चय नहीं, लेकिन इस निश्चय के साथ साथ उनके फरमान, उनकी पढ़ाई और उनकी श्रीमत पर भी संपूर्ण निश्चय बुद्धि होकर चलना है. അച്ഛൻ, ടീച്ചർ, സദ്ഗുരു ഇതിൽ മാത്രം നിശ്ചയം പോരാ, എന്നാൽ നിശ്ചയത്തോടൊപ്പം ആജ്ഞ, പഠിത്തം, ശ്രീമത് ഇതിൽ പൂർണ്ണ നിശ്ചയബുദ്ധിയോടെ ജീവിക്കണം. ഇസ്മേ കമി ഹെ ജിസ്കോ അഭി ഭർന ഹെ, ഇതിൽ കുട്ടികളിൽ കുറവുണ്ട്, ആ കുറവിനെ ഇപ്പോൾ നികത്തണം അഥവാ പോരായ്മകളെ തിരുത്തണം. അപ്പം നമുക്കൊന്നും കൂടി ബാബയുടെ മഹാവാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് ബാബ അച്ഛനാണ്, അതേപോലെ ബാബ ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ഈ 3 ബാബയുടെ ബന്ധം നമ്മളെപ്പോഴും ബാബ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികൾ അച്ഛൻ്റെ രൂപത്തിൽ ബാബയോട് വളരെയധികം സ്നേഹമുണ്ട്, 100% നിശ്ചയമുണ്ട്. എന്നാൽ നിശ്ചയബുദ്ധിയോടെ ബാബയുടെ ആജ്ഞകളെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ എന്താജ്ഞയാണോ ബാബ തരുന്നത്, ഹാജി ബാബ ഞാനത് ചെയ്യാം, ആ ഒരു മനോഭാവത്തോടുകൂടി ചെയ്യുന്നവർ, പുരുഷാർത്ഥം ചെയ്യുന്നവർ വെറും 50% മാത്രമേ ഉള്ളൂ എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ടീച്ചർ, പരവുമായ ടീച്ചറാണ് ഇത്, പഠിത്തവും വളരെ ഉയർന്നതാണ് എന്നുള്ളതറിയാം, അതിൽ പൂർണ്ണ നിശ്ചയമുണ്ട്. പക്ഷേ ആ പഠിത്തം അനുസരിച്ച് ജീവിച്ച് തന്നിലുള്ളൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലും ഓരോരുത്തരും അവരവരുടേതായ പെർസെൻറ്റേജിൽ നിൽക്കുകയാണ്. അടുത്തത് സദ്ഗുരു. സദ്ഗുരു തന്നെയാണിത് എന്നുള്ളതിൽ പൂർണ്ണമായിട്ട് നിശ്ചയമുണ്ട്. എന്നാൽ ആ സദ്ഗുരുവിൻ്റെ ശ്രീമത്തിനെ ശിരസ വഹിക്കണം എന്നുള്ള കാര്യത്തിൽ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പെർസെൻറ്റേജിലാണ്. ടോട്ടൽ റിസൾട്ട് നോക്കുമ്പോൾ ബാബ പറയുകയാണ് 50% മാത്രമേ റിസൾട്ട് വരുന്നുള്ളൂ. അപ്പോൾ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. പക്ഷേ ആ നിശ്ചയത്തിനനുസരിച്ച് അച്ഛൻ്റെ ആജ്ഞകളെയും ടീച്ചറിൻ്റെ പഠിത്തത്തെയും സദ്ഗുരുവിൻ്റെ ശ്രീമത്തിനെയും അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴുള്ള കുറവുകളെ കഴിയുന്നതും വേഗം തിരുത്തി നികത്തി പെട്ടെന്ന് തന്നെ സമ്പൂർണ്ണതയിലേക്ക് വരണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. स्नेह की निशानी क्या है? संपूर्ण स्नेही की परख क्या होती है? उनका मुख्य लक्ष्य क्या होता है? സ്നേഹത്തിൻ്റെ അടയാളം എന്താണ്? സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ തിരിച്ചറിവ് എന്താണ്? അവരുടെ മുഖ്യ ലക്ഷ്യം എന്തായിരിക്കും? ആപ് സഭീനെ ജോ സുനായ വഹ് തോ ഹൈ, നിങ്ങളെല്ലാവരും എന്ത് കേൾപ്പിച്ചോ അതെല്ലാം ഉള്ളത് തന്നെയാണ്. ലേക്കിൻ ഫിർ ഭി വഹ് സ്പഷ്ട കർനെ കെ ലിയെ ജിസ്കെ സാത്ത് ജിസ്കാ സ്നേഹ ഹോത്താ ഹൈ ഉസ്കി सूरत में उसी स्नेही की सूरत देखने में आती है.
उसके नयनों से वही नूर देखने में आता है, उसके मुख से भी स्नेह के बोल निकलते, उसके हर चलन से स्नेह का चित्र देखने में आएगा, उसके नयनों में वही देखने में आएगा, उसमें वही स्नेही समाया हुआ होगा. എന്നാൽ ബാബ സ്പഷ്ടമാക്കുന്നതിന് വേണ്ടി ഒന്നും കൂടി സ്പഷ്ടമാക്കുകയാണ്. ആർക്ക് ആരോടാണോ സ്നേഹമുള്ളത് അവരുടെ മുഖത്ത് ആ സ്നേഹിയുടെ മുഖം കാണാൻ കഴിയും. അവരുടെ കണ്ണുകളിൽ ആ പ്രകാശമേ കാണുകയുള്ളൂ. അവരുടെ മുഖത്തിലും സ്നേഹത്തിൻ്റെ ശബ്ദമേ വരികയുള്ളൂ. അവരുടെ ഓരോ ചലനത്തിലും ആ സ്നേഹിയുടെ ചിത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അവരുടെ കണ്ണുകളിൽ ആ സ്നേഹിയെ കാണാൻ കഴിയുകയുള്ളൂ. ഉസ്മേ വഹി സ്നേഹസമായ ഹുവാ ഹോങ്ക, അവരിൽ അതേ സ്നേഹി തന്നെ ലയിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഐസി അവസ്ഥ ഹോനി ഹേ, അങ്ങനെയുള്ള അവസ്ഥ വരണം. ബാബയുടെ സ്നേഹത്തിൻ്റെ ലക്ഷണം എന്താണ്? സ്നേഹമുണ്ട്, സമ്പൂർണ്ണ സ്നേഹമാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? അതേപോലെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം സ്നേഹിയുടേത് എന്തായിരിക്കും? അത് നമുക്ക് വളരെ സ്പഷ്ടമാക്കി തന്നിരിക്കുകയാണ്. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, സാധാരണ തന്നെ ഒരാളിനെ സ്നേഹിക്കുമ്പോൾ അതായത് അവരുടെ കണ്ണുകളിലും അവരുടെ മുഖത്തിലും അവരുടെ ശബ്ദങ്ങളിലും അവരുടെ പെരുമാറ്റത്തിലും എല്ലാം തന്നെ ആ സ്നേഹിയോടുള്ള സ്നേഹം പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. അപ്പം അതേപോലെ ഇവിടെയും ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങളുടെ മുഖത്ത് ആ സ്നേഹിയുടെ ഭാവമാണ് കാണേണ്ടത്. ആ സ്നേഹി ആരെ നിങ്ങൾ സ്നേഹിക്കുന്നു, ബാബയെ സ്നേഹിക്കുമ്പോൾ ബാബയുടെ ആ മുഖം, ആ സ്നേഹം, ആ തിളക്കം നിങ്ങളുടെ മുഖത്ത് വരേണ്ടതാണ്. നിങ്ങളുടെ കണ്ണുകളിലും ബാബയുടെ ആ പ്രകാശമാണ് വരേണ്ടത്, അതാണ് കാണേണ്ടത്. നിങ്ങളുടെ മുഖത്തിൽ ആ സ്നേഹിയുടെ സ്നേഹത്തിൻ്റെ ശബ്ദങ്ങളെ നിങ്ങളുടെ മുഖത്തൊന്നും വരികയുള്ളൂ. അതേപോലെ നിങ്ങളുടെ ഓരോ ചലനത്തിലൂടെയും ആ സ്നേഹിയുടെ അർത്ഥം ബാബയുടെ ചിത്രമേ മറ്റുള്ളവർക്ക് കാണപ്പെടുകയുള്ളൂ. നിങ്ങളുടെ കണ്ണുകളിൽ ആ സ്നേഹിയെ മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുകയുള്ളൂ. ആ സ്നേഹത്തിൽ സ്നേഹി എപ്പോഴും ലയിച്ചിരിക്കും. ആ അവസ്ഥ കുട്ടികൾക്ക് വരണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. अभी बच्चों और बाप के संस्कारों में बहुत फ़र्क है. ഇപ്പം കുട്ടികളുടെ സംസ്കാരവും ബാബയുടെ സംസ്കാരവും തമ്മിൽ വലിയ വ്യത്യാസമാണ്. जब समान हो जाएंगे तो आपके संस्कार देखने में नहीं आएंगे, वही देखने में आएंगे. एक एक में बाप को देखेंगे, आप सभी द्वारा बाप का साक्षात्कार होगा. എപ്പോഴാണോ സമാനമായി തീരുന്നത് അപ്പോൾ നിങ്ങളുടെ സംസ്കാരം ആരും കാണുകയില്ല, അതേ കാണപ്പെടുകയുള്ളൂ. എല്ലാവരും ഒരേ ഒരു ബാബയെ മാത്രം കാണും. അങ്ങനെ നിങ്ങളിലൂടെ ബാബയുടെ സാക്ഷാത്കാരം ഉണ്ടാവും. എപ്പോഴാണോ ബാബയുടെയും നമ്മുടെയും കുട്ടികളുടെയും സംസ്കാരം സമാനമാകുന്നത് അപ്പോൾ നമ്മുടെ സംസ്കാരം, കുട്ടികളുടെ സംസ്കാരം പിന്നെ ആരും കാണുക തന്നെയില്ല. എല്ലാവരും കാണുന്നത് ബാബയുടെ സംസ്കാരം മാത്രമാണ്. ഓരോരോ കുട്ടിയിലൂടെയും ബാബയുടെ സംസ്കാരം കാണാൻ തുടങ്ങുമ്പോൾ ബാബയുടെ പ്രത്യക്ഷത, ബാബയുടെ സാക്ഷാത്കാരം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്ന് ബാബ പറയാണ്. ലേക്കിൻ അബി വഹ് കമി ഹെ, എന്നാൽ ഇപ്പോൾ ആ കുറവുണ്ട്. അപ്പനെ സെ പൂച്ഛന ഹെ ഐസേ സ്നേഹി ബനെ ഹെ, ഓരോരുത്തരും അവരവരോട് ചോദിക്കണം, നിങ്ങൾ അങ്ങനെ സ്നേഹിയായോ? സ്നേഹി ലഗാനാവേ സഹജ് ഹെ, സ്നേഹി സ്വരൂപ് ബനന യഹ് ഹെ ഫൈനൽ സ്റ്റേജ്. സ്നേഹം വയ്ക്കുക, ബാബയെ സ്നേഹിക്കുക, അത് എളുപ്പമാണ്. സ്നേഹി സ്വരൂപമായി തീരുക, തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഓരോരോ അംഗങ്ങളിലൂടെയും ആ സ്നേഹം പ്രത്യക്ഷത്തിൽ കൊണ്ടുവരിക, അതാണ് ഫൈനൽ സ്റ്റേജ്. तो पेपर की റിസൾട്ട് സുനായി. ഇപ്പോൾ കുട്ടികൾ എഴുതിയ പേപ്പറിൻ്റെ റിസൾട്ടാണ് ബാബ കേൾപ്പിച്ചത്. ഏക് തോ ഏഹ് കമി ഹെ
दूसरी बात, जो सभी ने लिखा है उसमें सहन शक्ति की जो റിസൾട്ട് हैं वो बहुत कम है. അപ്പോൾ ബാബ റിസൾട്ടാണല്ലോ കേൾപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമേ ബാബ കേൾപ്പിക്കുകയാണ്, ഒന്ന്, നിങ്ങളിൽ ഈ കുറവുണ്ട്, അതായത് പൂർണ്ണമായിട്ടും ബാബയോടുള്ള സ്നേഹം പ്രത്യക്ഷ രൂപത്തിൽ വന്നിട്ടില്ല. രണ്ടാമത്തേത്, നിങ്ങൾ എഴുതിയിരുന്നല്ലോ സഹനശക്തിയുടെ റിസൾട്ട്, അതും വളരെ കുറവാണ്. കുട്ടികളിൽ സഹനശക്തി വളരെ കുറവാണ്. ജിത്തനി സഹൻ ശക്തി ഹോങ്കി ഉത്തനി സർവീസ് മേ സഫലത ഹോങ്കി. എത്രമാത്രം സഹനശക്തി ഉണ്ടോ അത്രയും സേവനത്തിൽ വിജയം ഉണ്ടാവും. സംഘടന മേ രഹനെ കെ ലിയെ ഭി സഹൻ ശക്തി ചാഹിയെ. സംഘടനയിൽ ജീവിക്കുന്നതിനും സഹനശക്തി ആവശ്യമാണ്. ഫൈനൽ പേപ്പർ ജോ വിനാശ് കാ ഹെ ഉസ്മേ പാസ് ഹോനെ കെ ലിയെ ഭി സഹൻ ശക്തി ചാഹിയെ. ഫൈനൽ പേപ്പർ ഏതാണോ മഹാവിനാശത്തിൻ്റേത്, അതിൽ പാസ്സാകുന്നതിനും കുട്ടികൾക്ക് സഹനശക്തി ആവശ്യമാണ്. വഹ് സഹൻ ശക്തിക്ക് റിസൾട്ട് മെജോറിറ്റി മേ ബഹുത് കം ഹെ. ആ സഹനശക്തിയുടെ റിസൾട്ട് കൂടുതൽ പേരിലും വളരെ കുറവാണ്. അപ്പോൾ ബാബ സഹനശക്തിയുടെ ആവശ്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമുള്ളതാണ് സഹനശക്തി. ഒരുമയോടെ ഒരുമിച്ച് ഒരു സംഘടനയിൽ ജീവിച്ചു പോകുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത് സഹനശക്തിയാണ്. അതേപോലെ ഫൈനൽ പേപ്പർ മഹാവിനാശത്തിലും പാസ്സാകുന്നതിന് വേണ്ടത് സഹനശക്തിയാണ്. അപ്പോൾ കുട്ടികളിൽ സഹനശക്തി അത്യാവശ്യമാണ്, അത് വർദ്ധിപ്പിക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ചെയ്യുന്ന സേവനത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരവും സഹനശക്തിയുടെ ആധാരത്തിലാണ്. ഇസിലിയെ ഉസ്കോ അബ് ബഢാവൂ, അതുകൊണ്ട് ഇപ്പോഴത് വർദ്ധിപ്പിക്കൂ. സഹൻ ശക്തി കൈസെ ആയെങ്കിൽ, സഹനശക്തി എങ്ങനെ വരും? ജിത്തന സ്നേഹി ബനെങ്കി. എത്രമാത്രം സ്നേഹിയാകുന്നു അത്രയും സഹനശക്തി വർദ്ധിക്കും. ഓം ശാന്തി.